Hello everyone, welcome to Jupiter Plus to Humanities. It's me and Nafi. എല്ലാവർക്കും മക്കളെ ജൂപ്പറിന്റെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഓണം എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ചാപ്റ്റർ ഏതാണ്? ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ദി ബോൺസ്, ദ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നാണ്. ഇതിൽ ചില വൺ വേർഡുകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ മക്കളെ വൺ വേർഡുകളുടെ ആൻസർ അറിയുന്നവർ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇതിന് ആൻസർ ആരാണ്? ജോൺ മാർഷൽ ആണ്. അത് ഗ്രേറ്റ് ബാത്ത് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ആൻസർ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. ഏതാടാ? മോഹൻജൊദാരോയാണ്. അതേപോലെ ഹാരപ്പൻ സൈറ്റിൽ കനാലിന്റെ അവശിഷ്ടങ്ങൾ, ട്രേസസ് ഓഫ് കനാൽ എവിടെയാണ്? ഷോർത്തുഗായി ആണ്. അപ്പോൾ ഇതേപോലെ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ഈ ചാപ്റ്റർ ചോദിക്കും. മക്കളെ ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ, കൂടുതൽ കാര്യങ്ങൾ എല്ലാം നമ്മൾ തരിക എജ്യൂപോഡിന്റെ ബാച്ചിലായിരിക്കും. ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഫോം നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫിൽ ചെയ്യട്ടെ. കാരണം മക്കളെ നിങ്ങൾക്ക് വേണ്ട എല്ലാം നമ്മൾ തരിക നമ്മുടെ ബാച്ചിലാണ്. റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, നോട്ടുകൾ, ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് ആയി ഡൗട്ട് ചോദിക്കാനുള്ള ഓപ്ഷൻസ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ട മുഴുവൻ കാര്യങ്ങൾ നമ്മൾ തരിക എജ്യൂപോഡിന്റെ ബാച്ചിലായിരിക്കും. ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് കമന്റ് ബോക്സിലെ ഫോം ഒന്ന് ഫിൽ ചെയ്യട്ടെ. അവിടെ നിങ്ങൾക്ക് PYQs കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ബാച്ചിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. പിന്നെ മക്കളെ ശ്രദ്ധിക്കുക, ചിലപ്പം 2 മാർക്കിന് എന്ത് ചെയ്യും? ബറിയൽ സിസ്റ്റം ഓഫ് ഹാരപ്പ, ഹാരപ്പൻകാരുടെ ശവസംസ്കാര രീതിയെക്കുറിച്ചിട്ട്, അതായത് ഹാരപ്പൻസിന്റെ സോഷ്യൽ ലൈഫ്, സാമൂഹിക ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് എന്ത്? ഇത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്താണ് നോക്കുക എന്ന് വെച്ചാൽ, അതായത് ബറിയൽ സിസ്റ്റത്തെ കുറിച്ച് എക്സാമിൽ ചോദിച്ചേക്കാം. ദ ഹാരപ്പൻസ് വർ ജനറലി ലെയ്ഡ് ഇൻ ദ പിറ്റ്സ് അല്ലേ. ഹാരപ്പൻകാരെ പൊതുവെ എന്താ ചെയ്യുക? കുഴികളിൽ അടക്കം ചെയ്യാണ് ചെയ്യുക. ഹാരപ്പൻകാരെ പൊതുവെ എന്താണ് ചെയ്യുക? കുഴികളിൽ അടക്കം ചെയ്യാണ് ചെയ്യുക. ആ കുഴികൾക്ക് എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. ചില കുഴികൾക്ക് ചുറ്റും എന്ത് ചെയ്യും? ഇഷ്ടികകൾ കൊണ്ട് അലങ്കരിക്കും. ഈ കുഴികൾക്കുള്ളിൽ മരിച്ച ആൾ ഉണ്ടാവും. ആ മരിച്ച ആൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? അടക്കം ചെയ്യും. അയാൾ പണക്കാരനാണെങ്കിൽ നല്ല വില കൂടിയ സാധനങ്ങളായിരിക്കും എന്തിലുണ്ടാവുക? ആ കുഴികൾക്കുള്ളിൽ ഉണ്ടാവുക. ഇതേപോലെ 2 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് എന്ത്? ഹാരപ്പൻ സ്ക്രിപ്റ്റ് അഥവാ ഹാരപ്പൻ ലിപിയെ കുറിച്ചിട്ട് കേട്ടോ. ശ്രദ്ധിക്കണേ, എന്താണ്? ഫൗണ്ട് ഓൺ സീൽസ്, മുദ്രകൾക്ക് മുകളിലാണ് നമുക്ക് കാര്യമായിട്ട് എന്ത് കാണാൻ പറ്റുക? ഹാരപ്പൻ സ്ക്രിപ്റ്റ്, ഹാരപ്പൻ ലിപി നമുക്ക് പ്രധാനമായിട്ട് എവിടെ കാണാൻ പറ്റുക? സീൽ അഥവാ മുദ്രകൾക്ക് മുകളിലാണ്. ആൻഡ് ഇറ്റ് ഈസ് എനിഗ്മാറ്റിക് സ്ക്രിപ്റ്റ്, നമ്മൾ നിഗൂഢ ലിപി എന്ന് വിളിക്കുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് അൺഡെസിഫേർഡ്. എന്താണ്? ഇപ്പോഴും വായിച്ചെടുക്കാൻ പറ്റാത്ത ഒന്നായതുകൊണ്ട് നമ്മൾ എനിഗ്മാറ്റിക് സ്ക്രിപ്റ്റ് വിളിക്കുന്നു. റൈറ്റ് ടു ലെഫ്റ്റ്, വലത്തുനിന്ന് ഇടത്തോട്ടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് എഴുതുന്നത്. ആൻഡ് ഇതിൽ അറൗണ്ട് 26 സയൻസ്, 26ഓളം ചിഹ്നങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യന്, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഡിക്ലൈൻ, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എക്സാമിന് ചോദിച്ചേക്കാം കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റാ. എന്തൊക്കെയാണ് കാരണങ്ങൾ? ഒന്ന്, ക്ലൈമറ്റ് ചേഞ്ച്. ഈ സമയത്ത് എന്ത് ചെയ്യാണ്? കാലാവസ്ഥയിൽ മാറ്റം വരിക. റെയിൻഫോൾ അഥവാ മഴ കുറഞ്ഞു. അതേപോലെ തന്നെ എന്താണ്? സോയിൽ ഫെർട്ടിലിറ്റി, മണ്ണിൻ്റെ ഫലപുഷ്ടി കുറഞ്ഞു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. കൾട്ടിവേഷൻ അഥവാ കൃഷി കുറഞ്ഞു. പിന്നെ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. വലിയ രീതിയിൽ ഇഷ്ടിക ഉണ്ടാക്കാനായിട്ട്, ചൂടാക്കാനായിട്ട് മരങ്ങൾ വെട്ടിമാറ്റിയതും ഒരു തകർച്ചയ്ക്ക് കാരണമായി. പിന്നെ റിവർ ഇൻഡസ്, ഹിന്ദു നദിയിൽ ഉണ്ടായിട്ടുള്ള എക്സസീവ് ഫ്ലഡ്സ് അഥവാ അമിതമായ പ്രളയങ്ങൾ. അതേപോലെ തന്നെ ആര്യൻ ഇൻവേഷൻ, മോർട്ടിമർ വീലറിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് എന്താ? ആര്യൻ ഇൻവേഷൻ, ആര്യന്മാർ വന്ന് ആക്രമിച്ചതും എന്തായി? ഒരു കാരണമായി മാറി. അപ്പോൾ ഇത് പഠിച്ചു വെക്കണേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, പകർച്ചവ്യാധി കാരണം. പിന്നെ അവിടെ ഫുഡ് ഹാബിറ്റ്സ് അഥവാ ഭക്ഷണശീലത്തെ കുറിച്ചിട്ട് ഒരു 3 മാർക്കിനൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഫുഡ് ഹാബിറ്റ്സ് അഥവാ ഭക്ഷണശീലം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പ്ലാന്റ് ആൻഡ് ആനിമൽ പ്രൊഡക്ട്സ്, പിന്നെ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ആര് കഴിച്ചിരുന്നു? ഇവർ ഹാരപ്പൻകാർ കഴിച്ചിട്ടുണ്ട്. ബാർലി, ലെൻഡിൽ, ചിക്പി, സെസമേ പോലുള്ള സാധനങ്ങൾ, മത്സ്യം അടക്കമുള്ള സാധനങ്ങൾ അവർ എന്ത് ചെയ്തിരുന്നു? അവിടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഇതേപോലെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് എന്ത്? ഹാരപ്പൻകാരുടെ അഗ്രികൾച്ചർ ടെക്നോളജി, കാർഷിക സാങ്കേതിക വിദ്യകൾ. അഗ്രികൾച്ചർ ടെക്നോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ടെക്നോളജി, അതായത് കലപ്പയെയും കാളയും, നിലം ഉഴുതുമറിക്കാനായിട്ട് കലപ്പയെയും കാളയെയും ആര് ഉപയോഗിച്ചിരുന്നു? ഹാരപ്പൻകാർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടേക്ക് അതായത് വാട്ടർ, വെള്ളം എത്തിക്കാനായിട്ട് കനാലുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കനാലിന്റെ അവശിഷ്ടം കിട്ടിയ ഒരു സ്ഥലമാണ് ഇത് അഫ്ഗാനിസ്ഥാനിലെ ഷോർത്തുഗായ്. അത് മാത്രമല്ല, ധോലാവിറയിൽ എന്തുപയോഗിച്ചിരുന്നു? വാട്ടർ റിസർവോയേഴ്സ്, ജലസംഭരണികൾ. ഇവിടേക്ക് വെള്ളം എത്തിക്കാനുള്ള വാട്ടർ റിസർവോയേഴ്സ് അഥവാ ജലസംഭരണികൾ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നു? ധോലാവിറയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇവരുടെ ഫോറിൻ കൺട്രീസ്, വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഹാരപ്പൻ ഹാഡ് ട്രേഡ് വിത്ത് ഒമാൻ, മെസപ്പൊട്ടേമിയ, ബഹ്റൈൻ. ഒമാനെ, മെസപ്പൊട്ടേമിയ, ബഹ്റൈൻ, അങ്ങനെ പല സ്ഥലങ്ങളുമായിട്ട് ട്രേഡ് അഥവാ കച്ചവടം ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ആര്? ഹാരപ്പൻ സിവിലൈസേഷൻ പെട്ട ആളുകൾ. ഒമാനിൽ നിന്നാണ് ഹാരപ്പയിലേക്ക് എന്ത് കൊണ്ടുവന്നത്? കോപ്പർ കൊണ്ടുവന്നത്. അത് മാത്രമല്ല, ഹാരപ്പയിൽ നിന്ന് മെസപ്പൊട്ടേമിയയിലേക്കും മെസപ്പൊട്ടേമിയയിൽ നിന്ന് ഹാരപ്പയിലേക്കും പല സാധനങ്ങളും കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്തതിന് തെളിവുകൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പൻകാരെ
മെസപ്പട്ടോമിയൻസ് വിളിച്ചിരുന്ന പേരെന്താ? മെലൂഹ എന്നാട്ടോ. പിന്നെ 2 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ സീലുകൾ അഥവാ മുദ്രകൾ. എന്താണ് സീലുകൾ എന്ന് പറഞ്ഞാൽ അത് സ്റ്റെറ്റേറ്റ് അഥവാ വെണ്ണക്കല്ല് എന്ന് വിളിക്കുന്ന ഒരു കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ് ഇത് ഹാരപ്പൻ സീൽ അഥവാ ഹാരപ്പൻ മുദ്രകൾ. അതിന് മുകളിൽ പല സിമ്പിൾസ്, സയൻസ്, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ മക്കളെ അവരുടെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ അഥവാ കരകൗശല വസ്തുക്കൾ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. ഡിഫറെൻറ്റ് ഐറ്റംസ്, വെറൈറ്റി പലതരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് അഥവാ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിരുന്നു. ജാസ്പർ, ക്രിസ്റ്റൽ, കോഡ്സ്, സ്റ്റെറ്റേറ്റ്, കോപ്പർ, ബോൺസ്, ഗോൾഡ്, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് അഥവാ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിരുന്ന ആളുകളായിരുന്നു ആര്? ഹാരപ്പൻസ്. അതുപയോഗിച്ച് പല ഷേപ്പിൽ, സിലിണ്ടർ ഷേപ്പ്, ബാരൽ ഷേപ്പ്, ഗോളാകൃതി, സ്ഫെറിക്കൽ, അങ്ങനെ പല ഷേപ്പിലുള്ള സാധനം നിർമ്മിച്ചിരുന്നു. എല്ലാ സാധനത്തിനും മുകളിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും തരത്തിലുള്ള പെയിന്റിങ്സ്, കൊത്തുപണികൾ ആര് ചെയ്തിരുന്നു? ഇവര് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചാൻഹുദാരോ, ലോത്തൽ അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇതേപോലെ ക്രാഫ്റ്റ് ഐറ്റംസ്, കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിരുന്നു. ശ്രദ്ധിക്കണേ, ചാൻഹുദാരോ, ലോത്തൽ പോലെയുള്ള പല സ്ഥലങ്ങളിലും ക്രാഫ്റ്റ് ഐറ്റംസ് അഥവാ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിരുന്നു. ഈ നാഗേശ്വറിലും ബാലക്കോട്ടിലൊക്കെയാണ് എന്ത്? ഷെൽ ഐറ്റംസ് അഥവാ ഷെൽ ഉപയോഗിച്ചുള്ള സാധനങ്ങൾ കൂടുതലായി നിർമ്മിച്ചിരുന്നത്. പിന്നെ ഹാരപ്പയിൽ ഓരോ സ്ഥലത്തു നിന്നും ഓരോ സാധനങ്ങൾ കിട്ടിയിരുന്നു. ഈ അഫ്ഗാനിസ്ഥാനിലെ ഷോർത്തുഗായിൽ നിന്നാണ് ലാപ്പിസ് ലസൂലി, നീല കളറിലുള്ള കല്ല് കിട്ടിയത്. ലോത്തലിൽ നിന്നാണ് കാർണിൽ എന്ന് വിളിക്കുന്ന ചുവപ്പ് നിറത്തിലുള്ള കല്ല് കിട്ടിയത്. അപ്പോൾ ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ക്രാഫ്റ്റ് ഐറ്റംസ് അഥവാ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ക്യുക്കായിട്ട് റിവൈസ് ചെയ്ത് പോവാണ്. ഇതിനൊക്കെ ഡീറ്റെയിൽ ക്ലാസ് നിങ്ങൾക്ക് എവിടെ കിട്ടുക? എച്ചുപോൻ്റെ ബാച്ചിലാട്ടോ മക്കളെ. അതായത് എക്സാമിന് തലേന്ന് പഠിച്ചാലൊന്നും ഒരിക്കലും നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടാൻ സാധിക്കും. അതാണ് റിയാലിറ്റി. അങ്ങനെ എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചാൽ എല്ലാവരും പാസ്സാവുമെങ്കിൽ ഒരിക്കലും ഹ്യൂമാനിറ്റീസിൻ്റെ വിജയ ശതമാനം 66 ചുരുങ്ങില്ലായിരുന്നു. 66 ചുരുങ്ങിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എല്ലാവരും എക്സാമിന് തലേന്ന് പഠിച്ചു എന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്കൊരു ബെസ്റ്റ് മാർക്ക്, ഒരു അടിപൊളി മാർക്ക്, ഒരു സൂപ്പർ മാർക്ക്, ഒരു ബെസ്റ്റ് റിസൾട്ട് നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സൊല്യൂഷൻ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കിട്ടാന്നുള്ള. സോ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താ? എച്ചുപോൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, നോട്ടുകളുണ്ട്, PYQs ഉണ്ട്, ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് ഡൗട്ട് വയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം അവൈലബിൾ ആയിട്ട് എച്ചുപോൻ്റെ ബാച്ചിലാണ്. സോ കമൻറ്റ് ബോക്സ് നമ്മളൊരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോം ഒന്ന് ഫിൽ ചെയ്യുക. ആൻഡ് ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതിലുള്ള അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നഫീസ് സൈനിങ് ഓഫ്. ബൈ.